ഹലോ ഗായ്സ്, വിവേകാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നില്ലേ? ഇവിടെ PV അൻവർ രാജിവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനത്തേക്ക് നിലമ്പൂർ MLA നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. 9 മാസങ്ങൾക്ക് ശേഷം ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. 8 മാസത്തോളം 9 മാസം സമയമായുള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇവിടെ ആർക്കാണ് ഒരു കൂടുതൽ എഡ്ജ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ, ചെറിയൊരു സാധ്യത കൂടുതൽ കോൺഗ്രസിന് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും 3 സ്ഥാനാർത്ഥികളും, അതായത് എം സ്വരാജ് ആണെങ്കിലും ആര്യടൻ ഷൗക്കത്ത് ആണെങ്കിലും PV അൻവർ ആണെങ്കിലും ശക്തനായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അതിൽ PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്നുള്ളതനുസരിച്ചിരിക്കും ആര്യടൻ ഷൗക്കത്തിൻ്റെയും എം സ്വരാജിൻ്റെയും വിജയസാധ്യത ഉണ്ടാവുക. ആര്യടൻ ഷൗക്കത്ത് PV അൻവർ ഒരു 30,000 വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ എം സ്വരാജ് ഈസി ആയിട്ട് ജയിച്ചു കയറും. അവിടെ UDF-ന് അത് അടി വരും, തീർച്ചയായിട്ടും വരും. പക്ഷെ ഒരു 20,000 താഴെ, 20,000 വോട്ട് വരെ നമ്മുടെ PV അൻവർ പിടിക്കുന്നുള്ളൂ എങ്കിൽ അവിടെ UDF ഈസി ആയിട്ട് വിജയിച്ചു കയറും. ആര്യടൻ ഷൗക്കത്ത് ഈസി ആയിട്ട് വിജയിച്ച് കയറാനാണ് അപ്പോൾ സാധ്യത കൂടുതൽ. PV അൻവർ ഒരു കറുത്ത കുതിരയായാൽ അവിടെ വീണ്ടും CPM-ന് തന്നെ വിജയം വരും. PV അൻവർ 30,000 വോട്ട് പിടിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങി പണിയെടുക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ PV അൻവർ ഒരു കറുത്ത കുതിരയായാൽ അവിടെ CPM വിജയിച്ചു കയറും. കോൺഗ്രസ് വീണ്ടും നിലമ്പൂർ സീറ്റ് മറക്കേണ്ടി വരും.